അൽത്താഫ്, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ആക്ച്വലി ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ച് സംസാരിക്കാനല്ല. ഓക്കെ പൊന്നു പ്രേക്ഷകരെ, അതായത് നടുക്കുന്ന കുറച്ച് വോയിസ് ക്ലിപ്പ് ഞാൻ വെച്ചു തരാം. ഞാൻ ഇന്നലെ അലിയെ വിളിച്ചു, അതായത് ഇവരുടെ ഭർത്താവായ ആയിഷയുടെ ഭർത്താവായ അലിയെ വിളിച്ചിട്ട് ഏകദേശം 35 മിനിറ്റ് സംസാരിച്ചു. ഭർത്താവും അതായത് ഈ പറയുന്ന അലിയും ഞാനും തമ്മിൽ സംസാരിച്ച ഫോൺ സംഭാഷണം ഞാൻ വെക്കുന്നില്ല, കാരണം അയാളുടെ അനുമതിയില്ല. എന്നോട് പറഞ്ഞു അത് വെക്കരുത്, കാരണം ആ ഒരു കേസ് കോടതിയിൽ നടക്കുന്നത് കൊണ്ടും പിന്നെ പേഴ്സണലായിട്ട് നടന്ന കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞത് കൊണ്ടുമാണ് അദ്ദേഹം പറഞ്ഞത് അത് വെക്കണ്ടായെന്ന്. അത് ഞാൻ വെക്കുന്നില്ല. അതിനുശേഷം പൊന്നു പ്രേക്ഷകരെ, അലിയുടെ ഫാമിലിയിൽ നിന്ന്, ഏറ്റവും അടുത്ത ഫാമിലിയിൽ നിന്ന് ഒരാൾ കുറച്ച് വോയിസ് ക്ലിപ്പ് എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് എനിക്ക് ചില വോയിസ് അയച്ചിട്ടുണ്ട്. ആ വോയിസ് ഞാൻ വെച്ചു തരാം. ഓക്കെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ ആയിഷയോടൊരു കാര്യം പറയാം. ആയിഷ, ഇന്നലെ നിങ്ങളെ ഭാഗം ഞങ്ങൾ കേട്ടു, അതായത് മറുനാടൻ മലയാളിക്ക് നിങ്ങൾ കൊടുത്തു, നിങ്ങൾ അനുഭവിച്ച ത്യാഗങ്ങൾ നിങ്ങൾ പറഞ്ഞു. 100 പവൻ പോയി എന്ന് പറഞ്ഞു, 15 ലക്ഷവും പോയി എന്ന് പറഞ്ഞു, നിങ്ങളെ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് പറഞ്ഞു, നിങ്ങളുടെ മകളെ ഈ പറയുന്ന അലി തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് നിങ്ങൾ കുറേ കാര്യം പറഞ്ഞു. നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടാണ് ഇന്നലെ ഞങ്ങളൊക്കെ സംസാരിച്ചത്. എന്നാൽ എനിക്ക് പേഴ്സണലി അങ്ങനെ സംസാരിക്കുമ്പോൾ എന്തോ ഒരു കുറേ നെഗറ്റീവ് കമൻ്റാണ് വന്നത്. എന്തിന് ഒരു ഭാഗം കേൾക്കുന്നു എന്ന്. ആയിഷയോട് വീണ്ടും ഒരു കാര്യം പറയുന്നുണ്ട്, അത് എന്തായാലും നമ്മൾ 2 ഭാഗം കേൾക്കണം. ഇന്നലെ ആയിഷക്ക് സപ്പോർട്ടായിട്ടാണ് ഞാൻ സംസാരിച്ചത്, എന്നാൽ ഇന്ന് അലിക്ക് സപ്പോർട്ടായിട്ടെന്നും പറയുന്നില്ല. അലിയുടെ ഭാഗം ഞാൻ പറയാം, അലി എന്നോട് പറഞ്ഞ ഭാഗം ഞാൻ പറയാം. വീണ്ടും ഒരു കാര്യം പറയാം, ഈ ഒരു കേസ് കോടതിയിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ഞാൻ കോടതിയെ ചോദ്യം ചെയ്യുന്നില്ല. നീതി നടപ്പാക്കേണ്ടത് കോടതിയാണ്. സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയായത് കൊണ്ട് മാത്രമാണ് അലിയുടെ ഭാഗം ഞാൻ പറയുന്നത്. എന്നോട് ഇന്നലെ അലി പറഞ്ഞത് 2013 വെച്ചിട്ടാണ് ഇവർ തമ്മിൽ വിവാഹം നടക്കുന്നത്. അതായത് ഒരു ലവ് മാരേജ് ആയിരുന്നു. ഈ പറയുന്ന അലിയുടെ ഫാമിലിക്ക് ഇത്തിരി പോലും താല്പര്യമില്ലായിരുന്നു. അലി ഈ പറയുന്ന ആയിഷയെ മാരേജ് കഴിച്ചത് കൊണ്ട്, വിവാഹം കഴിച്ചത് കൊണ്ട് അലിയെ ആ ഒരു വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണ് അലിയുടെ ബാപ്പ. അലിയുടെ ബാപ്പ പറയുകയാണ്, ഇനി മേലിൽ നീ എൻ്റെ വീട്ടിൽ കാല് കുത്തരുത് എന്ന് പറയുകയാണ്. ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കണം, അലിയുടെ ബാപ്പ എന്ന് പറയുന്നത് ഇഷ്ടം പോലെ പൈസയുള്ള, ബിസിനസ്സുള്ള, വലിയ നല്ലൊരു ബിസിനസ് ഉള്ള ഒരാളാണ്. ഓക്കെ, അയാൾ പറയുകയാണ്, അലിയെ നിനക്ക് ഈ പറയുന്ന ആയിഷ വേണ്ട, നിനക്ക് നല്ലൊരു പെണ്ണിനെ ഞങ്ങൾ നോക്കാം, നീ ആയിഷയെ വിവാഹം കഴിക്കുകയാണെങ്കിൽ നീ എന്നേക്കുമായിട്ട് ഈ വീടിൽ നിന്ന് പുറത്താവണം. അപ്പോൾ അലി പറയുകയാണ്, ഓക്കെ, എനക്ക് നിങ്ങളെ സ്വത്തൊന്നും വേണ്ട, എനക്ക് ആയിഷ എന്ന പെണ്ണിനെ മതി എന്ന് പറഞ്ഞിട്ട് ആയിഷയെ വിവാഹം കഴിക്കുകയാണ്. ആ ഒരു വിവാഹത്തിൽ പങ്കെടുത്തത് ഇത് അലി എന്നോട് പറഞ്ഞതാണ്. എൻ്റെ കയ്യിൽ കോൾ റെക്കോർഡ് ഉണ്ട്, അത് ഞാൻ വെക്കുന്നില്ല. ഓക്കെ, ഇത് വിവാദമായി കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലൊക്കെ കേസ് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഒരു കോൾ റെക്കോർഡ് ഞാൻ അവിടെ കാണിച്ചോളാം. ഓക്കെ, അപ്പോൾ നമ്മൾ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? അതായത് ഈ പറയുന്ന വിവാഹത്തിന് അലിയുടെ ഫാമിലിയിൽ നിന്ന് ആരും പങ്കെടുത്തിട്ടില്ല. അലിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ട്സും അലിയും മാത്രമാണ് പങ്കെടുത്തത്. നേരെ മറിച്ചിട്ട് ആയിഷയുടെ ഫാമിലിയിൽ നിന്ന് ഏകദേശം മൊത്തത്തിൽ കുറേ പേര് പങ്കെടുത്ത് ആയിഷയുടെ ഫാമിലി ഫുൾ സപ്പോർട്ടായിട്ട് കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്നാണ് അലി എന്നോട് പറഞ്ഞത്. ഓക്കെ, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഇവർ ജീവിക്കുന്നു. പിന്നീട് ഒരു കുഞ്ഞു കാര്യം കൂടിയുണ്ട്. അതായത് ഇവർ തമ്മിൽ ലവ് ആയിട്ട് 1.5 വർഷം കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത് എന്നാണ് ഓക്കെ പറഞ്ഞത്. ഓക്കെ, ഇവർ നല്ല രീതിക്ക് ജീവിക്കുന്നതിനിടെ ഒരു പെൺകുഞ്ഞ് ഇവർക്ക് പിറക്കുകയാണ്. ഓക്കെ, അതിനുശേഷമാണ് പൊന്നു പ്രേക്ഷകരെ അടിയാവുന്നത്. അതായത് എന്തോ ഒരു പ്രശ്നത്തിൽ ഇവർ തമ്മിൽ അടിയാവുന്നുണ്ട്. അടി എന്ന് പറയുമ്പോൾ ഇങ്ങനെ തല്ലിന്നൊന്നുമല്ല, ഇങ്ങനെ വാക്ക് തർക്കം കൊണ്ട് അടിയാവുകയാണ്. അതിനെ കുറിച്ചിട്ട് ഈ പറയുന്ന ആയിഷ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുകയും പോലീസിനെ കൊണ്ടുവരികയും ഈ മകളുമായിട്ട് അങ്ങനെ കുറച്ച് പോലീസ് സ്റ്റേഷനിൽ ചില പ്രശ്നം സംഭവിക്കുകയും ഈ പറയുന്ന ആയിഷ നിങ്ങളെ കൂടെ അലിയോട് പറയുകയാണ്, നിങ്ങളെ കൂടെ ഞങ്ങൾക്ക് ജീവിക്കാൻ ഇതില്ല, അതായത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആയിഷ കുട്ടിയെയും കൊണ്ട് പോവുകയാണ്. ഓക്കെ, പിന്നീട് പൊന്നുപ്രേക്ഷകരെ ഈ പറയുന്ന ആയിഷ കുറെ തവണ ഡിവോഴ്സിന് കൊടുത്തു. അലി സമ്മതിച്ചിട്ടില്ല. അതിന്റെ കാരണം ഞാൻ അലിയോട് ചോദിക്കുമ്പോൾ അലി എന്നോട് പറഞ്ഞത്, എനക്ക് അത്രയും അവളെ ഇഷ്ടമായിരുന്നു. ഇത് അലി പറഞ്ഞതാണ്. ഓക്കെ, അതായത് എനക്ക് അത്രയും അവളെ ഇഷ്ടമായിരുന്നു, അതുകൊണ്ട് അവൾ എൻ്റെ ജീവിതത്തിൽ വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഡിവോഴ്സിന് കൊടുക്കാത്തത്. അതായത് ഡിവോഴ്സ് വേണ്ടാന്ന് ഈ പറയുന്ന അലി ഡിവോഴ്സിന് സമ്മതിക്കാത്തത്. ഓക്കെ, അങ്ങനെ കാലം കുറെ കഴിഞ്ഞു. ഇവള് വരും, എൻ്റെ അടുത്തേക്ക് വരും എന്നാണ് അലി വിചാരിച്ചത്. പക്ഷേ ഇവള് ഈ പറയുന്ന അലിയുടെ അടുത്ത് ഈ പറയുന്ന ആയിഷ പോയിട്ടില്ല. അങ്ങനെ കുറേ കാലത്തിന് ശേഷം, അതിൻ്റെ ഇടയ്ക്ക് കേസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, കുറേ കാലത്തിന് ശേഷം
ഈ പറയുന്ന അലി സ്വന്തം മകളുടെ അനുമതി പ്രകാരം പുതിയൊരു വിവാഹം കഴിച്ചു എന്നാണ് അലി എന്നോട് പറഞ്ഞത്. ഓക്കെ, അതായത് മകളുടെ സമ്മതപ്രകാരമാണ് വിവാഹം കഴിച്ചത് എന്നാണ്. ഈ പെണ്ണ് ആയിഷ ഒരു കാലത്തും എന്നിലേക്ക് തിരിച്ചു വരില്ല എന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ വിവാഹം കഴിച്ചത് എന്നാണ് ഈ പറയുന്ന അലി പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ അലിയോട് ചോദിച്ചു, ഇത്രയും വലിയൊരു പ്രശ്നം നടക്കുമ്പോൾ അലി എന്തുകൊണ്ടാണ് മഹല്ല് നിങ്ങൾക്ക്, അതായത് പള്ളി കമ്മിറ്റി നിങ്ങൾക്ക് സപ്പോർട്ട് കൊടുക്കാത്തത്? അപ്പോൾ എന്നോട് അലി പറഞ്ഞത്, സ്വന്തം വീട്ടിലേക്ക് ഇന്നും അലിക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല. അതായത് അലിയെ അന്ന് പുറത്താക്കിയ സ്വന്തം ബാപ്പ ഇന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ എന്നെ ആരും എൻ്റെ ഭാഗം കേൾക്കാൻ ആളില്ല, സ്വന്തം ബാപ്പ പോലും കേൾക്കുന്നില്ല, പിന്നെ അല്ലേ പള്ളി കമ്മിറ്റി എന്നാണ് അലി എന്നോട് പറഞ്ഞത്. ഓക്കെ ഓക്കെ അതിനുശേഷം ഞാൻ പറഞ്ഞു, ആയിഷ പറഞ്ഞു 100 പവൻ മുക്കിയെന്നും 15 ലക്ഷം മുക്കിയെന്നും പറഞ്ഞു. എന്താണ് അലിയെ അതിന്റെ സത്യാവസ്ഥ? ഇതൊക്കെ അലി എന്നോട് പറഞ്ഞ കാര്യമാണ്, കോൾ റെക്കോർഡ് ഉണ്ട്, അത് ഞാൻ വെക്കുന്നില്ല. ഇത് അലിയുടെ ഭാഗം കൂടി നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് എന്നോട്. അതിന് അലി തന്ന മറുപടി, 100 പവന് അവര്, അതായത് ഈ വിവാഹം കഴിക്കുന്ന സമയത്ത് 100 പവൻ കൊണ്ടുവന്നിനോ ഇല്ലേ എന്ന് എനിക്ക് സംശയമുണ്ടെന്നാണ് അലി എന്നോട് പറഞ്ഞത്. എത്ര പവൻ ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. പിന്നീട് അലി പറഞ്ഞത്, പണം, അതായത് ഈ പറയുന്ന സ്വർണം കുറച്ച് ചെലവായിട്ടുണ്ട്. അതിന്റെ കാരണം അലി പറയുന്നത്, ഇവളെ പഠിപ്പിച്ചത് അലിയാണ്. ഓക്കെ, 20 ലക്ഷം രൂപ ലോൺ എടുത്തിട്ടാണ് ഇവളെ പഠിപ്പിച്ചത്. ഇവളെ പഠിപ്പിച്ച EMI നിലവിലും ഞാൻ അയക്കുന്നുണ്ട് എന്നാണ് അലി പറഞ്ഞത്. 36,000 അങ്ങനെ അത്ര എന്തോ രൂപ ഓരോ മാസവും നിലവിലും ഞാൻ അയക്കുന്നുണ്ടെന്നാണ് അലി പറഞ്ഞത്. ഓക്കെ, അതിനുശേഷം ഞാൻ അലിയോട് ചോദിച്ചു, അതായത് ആ ഒരു പെൺകുഞ്ഞിനെ എന്തുകൊണ്ടാണ് അലിയെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല? ആ ഒരു യുവതി ഇന്നലെ പറഞ്ഞു, ഈ പറയുന്ന പെൺകുഞ്ഞിനെ നിങ്ങൾ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന്. അപ്പോൾ അലി എന്നോട് പറഞ്ഞത്, കോടതിയിൽ നിന്ന് ഓർഡർ കിട്ടിയാണ്, അതായത് 3000 5000 റുപ്യോ അതായത് ചെലവിന് ഈ കുഞ്ഞിന് കൊടുക്കണം. ഞാൻ 10,000 രൂപ വെച്ചിട്ട് എല്ലാ മാസവും മുടങ്ങാതെ കൊടുക്കുന്നുണ്ടു എന്നാണ് അലി എന്നോട് പറഞ്ഞത്. ആയിഷ, നീ എന്നെ വെറുക്കണ്ട ഈ കാര്യം പറയുമ്പോൾ. ഇന്നലെ നിന്റെ ഭാഗം ശരിയെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ നിന്നെ സപ്പോർട്ടാണ്, ഇന്നും നിന്നെ ഞങ്ങൾ വിമർശിക്കുന്നില്ല ആയിഷ. അതായത് ആയിഷ, ഇതിന് കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അതായത് ഇവരുടെ ഭാഗം കൂടിയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവർ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. ഓക്കെ, നമുക്കെന്തായാലും ഇനി ഇവരുടെ ഏറ്റവും അടുത്ത ഫാമിലിയിൽ നിന്നും ഒരാൾ ചില വോയിസ് എനിക്ക് അയച്ചിട്ടുണ്ട്. ആ വോയിസ് ഇവരുടെ സമ്മതപ്രകാരം തന്നെയാണ്, വെച്ചാൽ പ്രശ്നമില്ല ബ്രോ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് വെക്കുന്നത്. അലി പറഞ്ഞു വെക്കണ്ട എന്ന്, അതുകൊണ്ടാണ് അലിയുടെ വെക്കാത്തത്. ഓക്കെ, നമുക്ക് എന്തായാലും ആ ഒരു വോയിസ് ക്ലിപ്പ് ഒന്നൊന്നായിട്ട് കേൾക്കാം. ഓക്കെ അൽത്താഫ്, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ആക്ച്വലി ഏതെങ്കിലും ഒരു സൈഡ് പിടിച്ച് സംസാരിക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു സാഹചര്യം, ഇതിൻ്റെ സാഹചര്യങ്ങൾ പറഞ്ഞ് രണ്ട് സൈഡും മനസ്സിലാക്കുക എന്നുള്ള അർത്ഥത്തിലാണ്. ഇപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ 2 സൈഡല്ല 3 സൈഡുണ്ട്. അതായത് അലിയുടെ ഒരു സൈഡുണ്ട്, ആയിഷയുടെ ഒരു സൈഡുണ്ട്. അത് കൂടാതെ ഇപ്പോൾ ഈ ഒരു വിഷയം ശക്തമായത് മുതൽ വേറൊരു ഇത് അതിലേക്ക് വന്നിട്ടുള്ളത് അലിയുടെ കുടുംബം, അതായത് ഇവളുടെ ആയിഷയുടെ ഭർത്താവിൻ്റെ കുടുംബം. എന്താണ് അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അലിയുടെ കുടുംബം അലിയുമായിട്ട് ആയിഷയും അലിയും വിവാഹം ചെയ്തത് മുതൽ ഒരു ബന്ധവും ഇല്ല. അവരുമായിട്ട് ആ കല്യാണം നടക്കുന്ന സമയത്തും അവരോട് സഹകരിച്ചിട്ടില്ല. കാരണം അവർ കുടുംബത്തിന് എതിർപ്പുണ്ടായിരുന്നൊരു കല്യാണമായിരുന്നു. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് അവർ പാടെ ഒഴിവാക്കി എന്ന് പറയാം. അലീനെ ഒഴിവാക്കി. അപ്പോൾ അലി ഇവരെ വേറെ കുറച്ച് ആൾക്കാരുടെ സഹായത്തോടുകൂടി കല്യാണം കഴിച്ചിട്ട് അവരവരുടെ ജീവിതമായിട്ട് വേറെ എവിടെയോ പോയി താമസിച്ചു ജീവിച്ചു. 10-13 കൊല്ലം മുമ്പാണ് ഇത് നടക്കുന്നത്. അങ്ങനെ വർഷങ്ങളോളം 5-6 വർഷം അവർ ഒരുമിച്ച് താമസിച്ചു. അതിനിടയ്ക്ക് ഒരു കുഞ്ഞുണ്ടായി. അതിന് ശേഷമാണ് ഇവർ തമ്മിൽ തർക്കം ഉണ്ടാകുന്നത്. തർക്കം ഉണ്ടായി 2 പേരും കൂടി പിരിഞ്ഞുപോയി. ആയിഷയുടെ സ്പേസിലേക്കും അലിയുടെ സ്പേസിലേക്കും പിരിഞ്ഞു പോയിട്ട് പിന്നെയും അവർ 5-6 കൊല്ലം ജീവിച്ചു പിരിഞ്ഞതിന് ശേഷം. അതിനിടയ്ക്ക് സ്വാഭാവികമായിട്ടും ഇവരെന്ത് ചെയ്തിട്ടുണ്ടാവും, പരസ്പരം മത്സരിച്ചിട്ടുണ്ടാവും. നീ ഇല്ലാതെയും ഞാൻ ജീവിക്കും എന്നുള്ള രീതിയിൽ 2 പേരും മത്സരിച്ചുകൊണ്ട് 2 സൈഡിൽ നിന്ന് ജീവിച്ചു. പക്ഷേ ഒരാൾ ഡൗണായി, മറ്റാൾ കുഴപ്പമില്ലാത്ത ജീവിതമായിട്ട് മുന്നോട്ട് പോയി. അതിനിടയ്ക്ക് ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലേക്ക്, ഒരു സമരത്തിലേക്കൊക്കെ ഇപ്പോൾ ഇറങ്ങിത്തിരിക്കാൻ ഇപ്പോൾ ഉണ്ടായ സാഹചര്യം, അതായത് 6-7 വർഷം കഴിഞ്ഞല്ലോ, എന്നിട്ട് ഇപ്പോൾ ഇറങ്ങിത്തിരിക്കേണ്ട സാഹചര്യം എന്ന് പറയുന്നത് അലി ഇപ്പോൾ ഒരു കല്യാണം കഴിച്ചു. ആ കല്യാണം കഴിച്ച് അവർ സന്തോഷമായിരിക്കുന്നു എന്നുള്ളത് അവരെ ഇൻസ്റ്റഗ്രാം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് അവൾ കാണുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യും, മനസ്സിൽ ഫ്രസ്ട്രേഷൻ വരും. നമ്മളെവിടെ എത്തിയില്ല, അവനും ഇങ്ങനെ മുന്നോട്ട് പോയപ്പോൾ എന്തെങ്കിലും ഒരു ഇത് കൊടുക്കണം. അപ്പോൾ ഇവരുടെ ഇടയിൽ അന്ന് തർക്കമുണ്ടായ സമയത്തിന് ഇവർ കൊടുത്തിരുന്നൊരു കേസുണ്ട്. അപ്പോൾ ഡൈവോഴ്സ് ആവണം എന്നുള്ള ഇവർ രണ്ടാളും തീരുമാനിച്ചിരിക്കണം ഓൾമോസ്റ്റ്. പക്ഷേ ഡിവോഴ്സ് ആവാൻ ഇവൾ വെച്ച ഡിമാൻഡ് എന്ന് പറയുന്നത് അത്രയും എമൗണ്ട് താങ്ങാൻ ഈ അലി എന്ന് പറഞ്ഞ ആൾക്ക് കഴിയില്ല എന്ന് ഉറപ്പാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, അതിനെതിരെ അപ്പീലിന് പോയി. കൂടാതെ ഇവൾ
കേസിന് ബലം കൂട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തിരുന്ന കുറച്ച് കള്ള ആരോപണങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഈ കേസിൻ്റെ ഭാഗത്തിൽ ചേർത്ത് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് വിധിയും കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിനിടയ്ക്കാണ് ഇപ്പോൾ ഈ കല്യാണം വന്നിട്ട് ഒരു ഹാപ്പി ആയിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യണം എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ട് ഇവർ ഈ വിഷയത്തിലില്ലാത്ത അലിയുടെ കുടുംബത്തിൻ്റെ വീട്ടിലേക്ക് കയറി വരുന്നത്. അലിയുടെ ഉപ്പ താമസിക്കുന്ന വീട്, അത് അലി ആ വീട്ടിലില്ല, അന്ന് പുറത്തെങ്കിലും ശേഷം ആ വീട്ടിലില്ല. അലി ഉപ്പ താമസിക്കുന്ന വീടിൻ്റെ മുമ്പിൽ വന്നിരുന്നു ഇവർ സമരം ചെയ്യാൻ തുടങ്ങി. അതാണ് ഇതിൻ്റെ ഫസ്റ്റത്തെ സാഹചര്യം. ഇപ്പോൾ ഇതിൽ പൊതുവായിട്ടുള്ള ആക്ഷേപമായിട്ട് വരുന്ന വിഷയമാണ് അവർ ഈ ഒരു ബന്ധം ഡിവോഴ്സ് ആവാതെ അല്ലെങ്കിൽ ഒരു വിധി വരാതെ ഇവർ വേറെ കല്യാണം കഴിച്ചു എന്നുള്ളത് ആണൊരു വിഷയം പറയാം. ആ വിഷയത്തിലും വ്യക്തമായ മറുപടി പറയേണ്ടത് അലിയാണ്. അല്ലെങ്കിൽ അവൾക്ക് അലിയക്കെതിരെ ഒരു ഡയറക്റ്റ് അലിയുടെ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ടോ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കോടതിയിൽ ഇപ്പോൾ ഒരു കേസ് നടക്കുന്നുണ്ടല്ലോ അതിലേക്ക് ആഡ് ചെയ്തിട്ടൊക്കെ അവൾക്ക് എന്ത് ചെയ്യാൻ മുന്നോട്ട് പോകായിരുന്നു. പക്ഷേ അവൾ വന്നിരിക്കുന്നത് അലിയുടെ അതായത് അലിയുടെ ഉപ്പയുടെ വീട്ടിൽ വന്നിരിക്കുന്നു. കാരണം അവിടെ വന്നിരുന്നിട്ട് എങ്ങനെയാണ് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ പറ്റുക? ഒരിക്കലും സാധിക്കില്ല. കാരണം അവർ പണ്ടേ അലീനെ ഒഴിവാക്കിയതാണ്. പിന്നെ എങ്ങനെയാണ് അലി വീട്ടുകാരത്തിന് പരിഹാരം ഉണ്ടാക്കി? ഇവർ പറയുന്നത് അലിയുടെ കുടുംബത്തിൽ നിന്ന് 2-3 പേര് ഈ പുതിയ വിവാഹത്തിൽ പങ്കെടുത്തു. അത് അലിയുമായി വ്യക്തിപരമായിട്ട് ബന്ധം സൂക്ഷിക്കുന്ന ആരെങ്കിലും 2 പേര് പങ്കെടുത്തു എന്നുള്ളത് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ആ കുടുംബത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടാണെന്ന് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനെ ഒരു പേരും പറഞ്ഞിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ആ വീട്ടിൽ കോടതിയിൽ നിന്നൊരു വൈവാഹിക ഭവനമാണെന്ന് പറഞ്ഞിട്ട് നോട്ടീസ് വാങ്ങിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല, അതിന് കൂടെ ഇവർ ആഡ് ചെയ്യുന്ന ഒരുപാട് കളവുകളുണ്ട്. അതായത് ഒരു ബന്ധം ഒരു മര്യാദക്കൊന്ന് ഫേസ് ചെയ്തിട്ട് പോലുമല്ലോ ഇവർ തമ്മിൽ, ആ കുടുംബക്കാരും ഈ പെണ്ണും തമ്മിൽ. അങ്ങനെയുള്ള പെൺകുട്ടി പറയുന്നത് മാനസികമായും ശാരീരികമായും അവളെ പീഡിപ്പിച്ചു എന്നാണ് ആ കുടുംബം. അതും വളരെ വലിയ തെറ്റാണ്. പിന്നെ ഈ വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അലി എന്ന് പറയുന്ന വ്യക്തി ആ കുട്ടിയെ നന്നായി നോക്കിയില്ല, ഇത്രയും കാലയളവിൽ ഞാൻ ഒറ്റയ്ക്കാണ് കുട്ടിയെ നോക്കിയതെന്ന് പറയുന്നുണ്ട് അവർ. അതും തെറ്റാണെന്നുള്ളത് അലിയുടെ തന്നെ ഇൻസ്റ്റാ റീൽസ് ഇട്ട് നോക്കിയാൽ മതി. ആ കുട്ടിയും അലിയും തമ്മിലുള്ള ഒരുപാട് വീഡിയോസ് അതിലുണ്ട്. അവർ തമ്മിലുള്ള ബോണ്ടും ആ സ്നേഹപ്രകടനങ്ങളൊക്കെ അതിൽ തന്നെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു ബന്ധം അയാളും ആ കുട്ടിയും തമ്മിലുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതും അവൾ മറച്ചു വെച്ചിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആൾക്കാരെ സമ്മതി പിടിച്ചു പറ്റാൻ ആ കുട്ടിയെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊക്കെ പറയുന്നത്. ഇതിലിപ്പോൾ ഇതിലിപ്പോൾ ന്യായമല്ലാത്ത വിഷയം ഇതാണ്. ഭർത്താവിൻ്റെ കുടുംബക്കാരെ ഇതിലേക്ക് അവൾ വെറുതെ വലിച്ചഴിച്ചിട്ട് പ്രശ്നം വെറുതെ വലുതാക്കുകയാണ്. അത് അവർ രണ്ടും തമ്മിലും ഉള്ളൊരു പ്രശ്നം മാത്രമാണ്. അലിയും ആയിഷയും തമ്മിലുള്ള പ്രശ്നം മാത്രം. കാരണം അവരാണ് അവരുടെ ജീവിതം തീരുമാനിച്ചതും സ്നേഹിച്ചതും പരസ്പരം വിശ്വസിച്ചതും ഒക്കെ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് ഈ ഭർത്താവിൻ്റെ കുടുംബക്കാർ, ഇതിൽ കക്ഷിയല്ലാത്ത ഭർത്താവിൻ്റെ കുടുംബക്കാർ വലിച്ചഴിച്ചിട്ട് ആ കുടുംബത്തിനെ മൊത്തം നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്ന് പിൻവലിയാൻ മാത്രമാണ് ആ കുടുംബം അവരോട് പറയുന്നുള്ളൂ. നിങ്ങൾ അലിനെ എന്ത് വേണമെങ്കിൽ കാട്ടിക്കോളി, അലിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിലും അതൊക്കെ ഞാൻ ഉണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യും, കോടതി വഴിയോ അല്ലെങ്കിൽ മറ്റ് ഉപയോഗിക്കുന്ന ഈ സമരമുറ അവർ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചെയ്തോട്ടെ. പക്ഷേ ഇവിടെ ഈ വീടിൻ്റെ മുമ്പിൽ വന്ന് ചെയ്യരുത് എന്ന് മാത്രമാണ് അവരുടെ റിക്വസ്റ്റ്. ഞാൻ അറിഞ്ഞ മറ്റു കുറച്ച് കാര്യങ്ങളും അഡീഷണലായി ജസ്റ്റ് പറഞ്ഞുതരാം. നിങ്ങൾ ഈ സ്വർണ്ണത്തിൻ്റെ വിഷയമൊക്കെ പറയുന്നുണ്ടല്ലോ, 900 പവനായിട്ട് അവർ കല്യാണത്തിന് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ അവരുടെ ഫോട്ടോ ഒക്കെ കണ്ടിരുന്നല്ലോ, ഞാനും ഫോട്ടോയിലൂടെയാണ് അത്രയും സ്വർണ്ണമൊക്കെ അവർ കല്യാണത്തിന് ഇട്ടെന്ന് കാണുന്നത് തന്നെ. അപ്പോൾ ഈ സ്വർണം സ്വാഭാവികമാണ്, ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുന്ന സമയത്ത് സ്വർണ്ണം ആവട്ടെ എന്തോ ആവട്ടെ അവരെല്ലാം പങ്കുവെച്ചിട്ടായിരിക്കും ജീവിക്കുക. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യും, ഇത് അവരെന്ത് ചെയ്യും, അവർ കേസിന് ബലം കൂട്ടാനോ അല്ലെങ്കിൽ അവർക്ക് ആളെ കൂടെ കൂട്ടാനൊക്കെ ആയിട്ട് അവരെന്ത് ചെയ്യും, അവർക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ അതിനെ വളച്ചൊടിക്കും. അതുതന്നെ ഇവിടെ നടന്നിട്ടുണ്ടാവുക. സംഭവം ശരിയാണ്. അലിയും ഡോക്ടറാണ്, കല്യാണം കഴിക്കാൻ ആയിഷ ഡോക്ടറല്ല, അതിന് ശേഷമാണ് ആയിഷ പഠിച്ച് ഡോക്ടറാവുന്നത്. മുമ്പ് പഠനം ഉണ്ടായിരുന്നെങ്കിലും പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുന്ന കല്യാണത്തിന് ശേഷമാണ്. അപ്പോൾ ആ സമയത്ത് ഈ പണമൊക്കെ ഇവർ രണ്ടാളും കൂടിയിട്ട് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും അവരുടെ കാര്യങ്ങൾക്കായിട്ട്. അപ്പം ഇനി അലിക്കെന്തോ സ്വർണ്ണത്തിൽ നിന്ന് ഒരു എമൗണ്ട് മലബാർ ഗോൾഡിൽ എവിടെ കൊണ്ടുപോയി പണം വെച്ചിട്ട് എന്നൊരു എമൗണ്ട് ക്യാഷായിട്ട് അലിക്ക് കൊടുത്തു എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അതിനൊക്കെ അവരുടെ അടുത്ത് തെളിവുകളുണ്ടെങ്കിൽ അത് കോടതിയിൽ സമീപിച്ച് അവർക്കത് മേടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്യാം, അങ്ങനെ പോവാം. പക്ഷേ അതിന് പകരം അവർ ഇവിടെ വന്നിരുന്നത് ചെയ്യുന്നത് എന്തർത്ഥത്തിനാണ് മനസ്സിലാവണില്ല. അത് ഇനി പലരുടെ അവിടെ പോയി ചെയ്യണേ എന്നാലും വേണ്ടിയില്ല. പക്ഷെ എന്തിനാണ് ഈ ഭർത്താവിൻ്റെ വീട്ടിൽ വന്നിരുന്നത് ചെയ്യുന്നത് എന്നുള്ളതാണ്, അവിടെയാണ് പന്തികേട്. എനിക്ക് തോന്നുന്നത് വേറൊരർത്ഥത്തിലും അലിനെ തളർത്താൻ കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ബാഡ് ഇമേജ് ഉണ്ടാക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, അവനെ തളർത്താമെന്ന ഉദ്ദേശത്തോട് കൂടിയായിരിക്കാം ചിലപ്പോൾ ഇവിടെ വന്നിരിക്കുന്നുണ്ടാവുക. അൽതാഫ് ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുള്ളൂ, അവർ പറയുന്നത് പൂർണ്ണ അർത്ഥത്തിൽ സത്യമാണ് എന്ന് വിശ്വസിക്കുന്നതിന് മുമ്പ് അതിൻ്റെ അപ്പുറത്തെ വശങ്ങൾ കൂടി മനസ്സിലാക്കിയിട്ട് ഏതൊക്കെയാണ് അവൾ പറഞ്ഞതിൽ എല്ലാം കളവാന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവൾ പറഞ്ഞ സത്യങ്ങളുണ്ടാവും.
ആ സത്യത്തോടൊപ്പം അവൾ ചേർത്ത് വെച്ച കുറച്ച് കളവുകൾ കൂടിയുണ്ട്, ആളുകളെ കൺവിൻസ് ചെയ്യാനും ആളുകളെ കൂടെ ചേർക്കാനും സിമ്പതി പിടിച്ചു പറ്റാനൊക്കെ. അപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുക എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ തെറ്റിദ്ധാരണയിൽ അൽത്താഫിനെ പോലുള്ള ആൾക്കാർ വീണ് പോകരുത്. സത്യം മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടും ചേർത്ത് വെച്ചിട്ട്, ഇനിയിപ്പോൾ അൽത്താഫിന് എന്തെങ്കിലും സംശയങ്ങൾ വിഷയത്തിലുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചു, എനിക്കറിയണതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരും. ഞാൻ ഇതിൽ നിഷ്പക്ഷമായിട്ടേ പറയുള്ളൂ. ഞാനിത് അജയുടെ ഭാഗത്ത് നിൽക്കില്ല, ആയിഷയുടെ ഭാഗത്ത് നിൽക്കില്ല. സത്യത്തിൽ ഇതിൽ ആരുടെ ഭാഗത്തും വിധി പറയാൻ നമ്മൾ ആരും ആളല്ല. കുറച്ചും കൂടിയും ആയിഷാനെയും അലീനെ അറിയുന്ന ആളുകൾ നിലയ്ക്ക് എനിക്ക് പോലും അതിൽ വിധി പറയാൻ കഴിയില്ല. കാരണം ഇവർ പ്രൈവറ്റായിട്ട് വെക്കുന്ന കാര്യങ്ങളുണ്ട്. അലി ആയാലും ആയിഷ ആയാലും അവർ ആരോടും പറയാൻ ആഗ്രഹിക്കാതെ മറച്ചു വെക്കുന്ന കാര്യങ്ങളുണ്ടാവും. അത് അവർക്ക് ചിലപ്പോൾ കോടതിയിൽ കുറച്ചുകൂടി ഒരു വക്കീൽ മുഖേനൊക്കെ എന്ത് ചെയ്യും പറയാൻ ഇതാക്കാനൊക്കെ സാധിക്കും. അപ്പോൾ അതിലൂടെയാണ് അവർക്ക് ശരിക്കും വിധി കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കേസാണിത്. അപ്പോൾ അതിനെ ഇങ്ങനെ സമൂഹത്തിൽ കൊടുന്നിട്ടത് കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല സത്യം പറഞ്ഞാൽ. ഇതുപോലെ ഒരു സൈഡ് മാത്രം കേട്ട് കുറച്ച് ആൾക്കാർ എന്ത് ചെയ്യും, ആയിഷാനെ സപ്പോർട്ട് ചെയ്ത് അലിനെ തെറി പറഞ്ഞ് നിൽക്കും. ഇനിയിപ്പോൾ അലിയുടെ സൈഡിൽ നിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ കുറച്ച് ആൾക്കാർ അലിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് മോശം പറയും. ഇങ്ങനെ സംഭവിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ ഇപ്പം ആകെ ഇടങ്ങേറാവുന്ന ആരാന്നറിയോ, ഇതിലൊരു പ്രശ്നത്തേക്കും ഇല്ലാത്ത ഈ ഭർത്താവിൻ്റെ കുടുംബക്കാരാണ്. അവർ അന്നേ ഇത് ബന്ധത്തിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് അലിനെ ഒഴിവാക്കി പെണ്ണിനെ ഒഴിവാക്കിയതാണ്. പിന്നെ ഇപ്പോൾ ഇവർ ആ വീട്ടിലേക്ക് സമരം എന്നുള്ള പേരിൽ കയറി വന്നിട്ട് മുമ്പാരത്തെ ആ വീട്ടിലെ ആളില്ലാതെ വീടിന് മുമ്പാരത്ത് വന്നിരുന്നിട്ട് അവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കി. ഓക്കെ, ഇങ്ങനെയൊക്കെയാണ് എന്നോട് അടുത്ത ഫാമിലി മെമ്പറായ ഒരാൾ പറഞ്ഞത്. ഓക്കെ. അപ്പോൾ പൊന്നു പ്രേക്ഷകരെ, ഈ ഒരു കോണ്ടന്റ് ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇവിടെ ഈ ഒരു കണ്ടന്റിൽ എവിടെയും ആയിഷയെ മോശമാക്കിയിട്ട് ഞാനോ അലിയോ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അതായത് അലിയുടെ ഭാഗം മാന്യമായിട്ട് പറഞ്ഞു. അത് ഞാൻ അലിയെ വോയിസ് വെക്കണ്ടെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ വെക്കാത്തത്. ഇവിടെ മറ്റൊരാളും വളരെ വളരെ ക്ലിയർ ആയിട്ടാണ് നമുക്ക് പറഞ്ഞത്. അപ്പോൾ നമുക്കിതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. അതായത് ഇവർ തമ്മിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർ തമ്മിൽ ഒരു പൈസയുടെയും സ്വത്തിൻ്റെയും അങ്ങനെയുള്ള വിഷയമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഡിവോഴ്സ് നിലവിൽ ആവാത്തത് എന്ന് ചോദിക്കുമ്പോൾ നല്ലൊരു കുറേ തുക നഷ്ടപരിഹാരമായിട്ട് ഈ യുവതി ആവശ്യപ്പെടുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ഇവർ തന്നെ സംസാരിച്ചിട്ട് കോടതി എന്ത് പറയുന്നത്, കോടതി പറഞ്ഞ വിധിക്ക് തന്നെ നിങ്ങൾ നീങ്ങട്ടെ. അപ്പോൾ രണ്ട് ഭാഗം കൂടി കേൾക്കണം, അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. ബൈ.